ഈ ഓണത്തിന് ഈസി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി റെസിപ്പി നമുക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ, ജീരകം, കായം പൊടിച്ചത് നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറുവേപ്പില ഇട്ട് താളിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി നിങ്ങൾക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 7 ക്യൂബോളം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വാടി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കിയെടുത്ത് അതിലേക്ക് പുളിയുടെ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഏകദേശം ഒരു ബോൾ വലുപ്പത്തിലുള്ള പുളിയാണ് ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. എരിവും പുളിപ്പും മധുരവും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അടച്ചിട്ട് നമുക്ക് നല്ലപോലെ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വായിൽ വെള്ളം ഊറാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. ഓണം സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഫോളോ ചെയ്യുക. താങ്ക്